ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എ സി മിലാൻ്റെ സ്ക്വാഡ് ബിൽഡ് ചെയ്ത് നോക്കാം. മാനേജർ പണ്ടത്തെ മാനേജർ കപ്പൽ തന്നെ ഉണ്ട്, അത് കാരണം മാനേജർ കപ്പൽ തന്നെ. ഇനി നമുക്ക് പ്ലേയേഴ്സിനെ സെറ്റ് ചെയ്യാം. കളിച്ച പ്ലേയേഴ്സും ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സും പണ്ടത്തെ പ്ലേയേഴ്സും ഒക്കെ എല്ലാവരും കൂടിയിട്ടാണ് സ്ക്വാഡ് സെറ്റ് ചെയ്യാൻ പോണത്. മിലാൻ്റെ ഈ അക്കൗണ്ടിലുള്ള പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് സെൻറ്റർ ഫോർവേഡ് നോക്കുകയാണെങ്കിൽ ഷവ്ചങ്കി, പിന്നെ സ്ലാട്ടാനും, സബ്ലേക്ക് ഇൻസാഗി, സബ്രി, പിന്നെ അൽവാരോ പറഞ്ഞ സെൻറ്റർ ഫോർവേഡ് സബിലി, പിന്നെ ജീറോഡ് സബിലി സെൻറ്റർ ഫോർവേഡ് നടക്കട്ടെ. പിന്നെ അബ്രഹാം എന്ന് പറഞ്ഞ പ്ലെയർ സെൻറ്റർ ഫോർവേഡിൽ, അങ്ങനെ ഫോർവേഡുകളിൽ ഇത് മതി. ഇത് നമുക്ക് മിഡിലേക്ക് പോവുകയാണെങ്കിൽ മിഡിൽ കക്ക, അതുപോലെ തന്നെ സബില് റിവാൾഡോ, പിന്നെ സെർജിനോ ആണെങ്കിൽ, പിന്നെ നമ്മുടെ മോൺട്രിച്ച് ഇവിടെ CMF ആയിട്ട്, പിന്നെ DMFിൽ നമ്മുടെ റൈക്കാർഡ്, അവിടെ വേറെ ആളില്ല, പുള്ളിക്കാരൻ തന്നെയുള്ളൂ. റൈറ്റ് ബാക്കായിട്ട് ഓഡോ, ലെഫ്റ്റ് ബാക്കിൽ കോസ്റ്റകട്ട, സെൻട്രൽ ബാക്കിൽ മാർലിനി, പിന്നെ ബരേസി. ഗോളിയായിട്ട് വേറെ ഗോളിയൊന്നുമില്ല, ഒരു ഗോളിയുള്ളൂ ആകെ AC മിലാൻ്റെ ഉള്ളത്, വേറെ ഗോളിയൊന്നുമില്ല. നമുക്ക് സബ് സെറ്റ് ചെയ്യണം. സബിലേക്ക് വരുമ്പോൾ സെൻട്രൽ ബാക്കിൽ ഒരു സെൻട്രൽ ബാക്കുള്ളൂ, സെൻട്രൽ ബാക്ക് എത്തി ഹെർണാണ്ടസിനെ സബിലേക്ക് ആക്കാം. പിന്നെ കഫ് ഇതിൻ്റെ കഫ് റൈറ്റ് ബാക്ക് വന്നോളും. DMഫിലേക്ക് സബ് പുള്ളിക്കാരൻ. പിന്നെ എക്കാമ മിലാനിൽ കളിച്ചിട്ടുണ്ട്. പിന്നെ നിറയെ റൈറ്റ് മിഡ്ഫീൽഡർ, പിന്നെ ലെഫ്റ്റ് ഫോർവേഡ്. ഇതാണ് സ്ക്വാഡ്. സൈഡ് ബെഞ്ച് നോക്കണ്ട, ഫസ്റ്റ് 11 ഇതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കായിട്ടില്ലാത്തൊരു ടീം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. ബൈ.